9.25 ഏക്കറാണ് വരുന്നത്. 9.25 ഏക്കർ പെർ സെൻറ്റിന് പാർട്ടി ചോദിക്കുന്നത് 3 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ഇത് എയർപോർട്ടിൽ നിന്ന് വെറും 3 കിലോമീറ്റർ മാത്രമാണ് വരുന്നത്. ഇത് വരുന്നത് എയർപോർട്ടിന് തൊട്ടടുത്ത് വരുന്ന തുറവങ്കരയാണ് വരുന്നത്, അതായത് കാഞ്ഞൂർ തുറവങ്കരയാണ് വരുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എയർപോർട്ടിൻ്റെ ഏരിയകളിൽ നല്ല രീതിയിൽ തന്നെ വില്ല പ്രൊജക്ട്സോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു 10 ഏക്കർ സ്ഥലം ആവശ്യമുണ്ടെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണത്. അത്യാവശ്യം ഇതിൻ്റെ അകത്ത് തന്നെ ജാതി, വാഴ, അതുപോലെ തന്നെ എല്ലാം തന്നെ കൃഷി ചെയ്യുന്ന ഏരിയ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടി, മണ്ണിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. നല്ല രീതിയിൽ തന്നെ വെള്ളവും കാര്യങ്ങളുള്ള ഏരിയ, നല്ല രീതിയിൽ തന്നെ റെസിഡൻഷ്യൽ ഏരിയ ആണ്. തൊട്ടടുത്ത് തന്നെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൊജക്റ്റ് വർക്കോ കാര്യങ്ങൾക്കോ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ, അതായത് എയർപോർട്ടിനോട് തൊട്ടടുത്തായിട്ട് വരുന്ന പ്രൊജക്റ്റ് വർക്ക് ഉദ്ദേശിക്കുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഏരിയ ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്ലോട്ടുകളായിട്ട് തിരിച്ചാൽ പോലും നല്ല രീതിയിൽ തന്നെ സെയിലും കാര്യങ്ങളും നടക്കുന്ന ഏരിയകളൊന്നാണ്. വീടുകൾ വെച്ചാൽ പോലും സെയിൽ നടക്കുന്ന ഏരിയകളാണ്. അപ്പോൾ ഇനി കൃഷി ആവശ്യത്തിനാണെങ്കിലും, അതായത് കൃഷി ആവശ്യത്തിനാണെങ്കിൽ ഇതുപോലെ വാഴ, അതുപോലെ തന്നെ ജാതി, അതുപോലെ തന്നെ കവുങ്ങ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഏരിയകളിൽ ഒന്നാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റേറ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പോൾ 3 രൂപയാണ് പെർ സെൻറ്റിന് പാർട്ടി ചോദിക്കുന്നത്. 9.25 സെൻറ്റ് സ്ഥലത്തിൻ്റെ 9.25 ഏക്കറാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം നമുക്ക് എയർപോർട്ടിലേക്ക് ഞാൻ പറഞ്ഞു 3 കിലോമീറ്റർ മാത്രമാണ് വരുന്നത്. ഇനി അതല്ല നമുക്ക് MC റോഡ് NH ിലേക്കാണെങ്കിൽ ഏകദേശം NH ലേക്കാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ മാത്രമാണ് വരുന്നത്. MC റോഡിലേക്കാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ മാത്രമാണ് വരുന്നത്. സ്കൂളുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ശ്രീ ശങ്കര കോളേജ്, ശ്രീ ശങ്കര എഞ്ചിനീയറിംഗ് കോളേജ്, ശ്രീ ശാരദ കോളേജ്, കാലടിയിലുള്ള സംസ്കൃത സർവകലാശാല, അതുപോലെ തന്നെ വരികയാണെങ്കിൽ അഡ്ലക്സ് ഹോസ്പിറ്റൽ സെക്ഷനിലാണ് ഹോസ്പിറ്റലിൽ വരുന്നു. അഡ്ലക്സ് ഹോസ്പിറ്റൽ, LF ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ പിന്നെ ആലുവ സെക്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രാജഗിരി ഹോസ്പിറ്റൽ, എല്ലാം കൊണ്ടും തൊട്ടടുത്തുള്ള ഏരിയകൾ തന്നെ ഈ പറയുന്ന എല്ലാ സെറ്റപ്പും നമുക്ക് കിട്ടുന്ന ഏരിയകളിൽ ഒന്നാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ ചാൻസ് ഉള്ളൂ. അതല്ലെങ്കിൽ പ്ലോട്ടുകളാണെങ്കിൽ വീടുകളാണെങ്കിൽ വിറ്റ് പോയതിന് ശേഷമായിരിക്കും നിങ്ങൾ അറിയുക. അപ്പോൾ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത്. ഇനി അത് മാത്രമല്ല, വീടുകൾ വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. ബാക്കി കാര്യങ്ങളെല്ലാം നേരിൽ കണ്ട് സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink straight, don't waste time to my place. I feel my heart erase, so catch me if I fall.